ഗ്രൗണ്ട് റിയാലിറ്റി പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല ഇത്. ഒരു കാരണവശാലും ഇങ്ങനൊരു വിജയം ഞങ്ങളാരും നമുക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളമില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ അടി, ഇരുത്തി ചിന്തിച്ച് കൂട്ടിക്കിഴിച്ച് മാറ്റി എഴുതിയ പ്ലാനുകൾ. മഹാരാഷ്ട്രയിൽ മഹായുതി വീണ്ടും അധികാരത്തിലേറുമ്പോൾ അതൊരു പാഠപുസ്തകമാണ്. ജനങ്ങൾക്കുണ്ടായിരുന്ന എതിർപ്പുകൾ മനസ്സിലാക്കുകയും കൃത്യമായി തിരുത്തുകയും ചെയ്താൽ ജനം വീണ്ടും ചേർത്ത് പിടിക്കുമെന്ന ഒന്നാം പാഠം. അത് മഹായുതിക്ക് സാധിക്കുക തന്നെ ചെയ്തു. മുംബൈ തീരദേശ പാതയും മുംബൈ മെട്രോയുടെ വിപുലീകരണവും അടക്കം നിരവധി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ചൂണ്ടിയും മഹായുതി വോട്ട് തേടി. ഇതിനെല്ലാം പുറമെയായിരുന്നു RSS നേരിട്ടിറങ്ങിയുള്ള പ്രചാരണം. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. മഹാരാഷ്ട്രയിൽ വൻ ഭൂരിപക്ഷത്തോടെ തുടർ ഭരണം ഉറപ്പിച്ച് BJPയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. ഭൂരിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോവാതിരിക്കാനുള്ള നീക്കങ്ങളെല്ലാം അവർ നടത്തി. 60,000-ലേറെ ചെറു യോഗങ്ങളാണ് RSS ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം നടത്തിയത്. ആകെയുള്ള 288 സീറ്റിൽ 232 സീറ്റിലും BJP സഖ്യമാണ് മുന്നേറ്റം നടത്തിയത്. കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഘാടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടികൾ ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടി 50 സീറ്റിൽ ഒതുങ്ങിയിരിക്കുകയാണ്. നിനക്ക് പ്രാന്താളാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.